ത്രികോണ മത്സരത്തിന്റെ പ്രതീതി ജനിപ്പിച്ചാണ് യഥാർത്ഥത്തിൽ കൊട്ടാരക്കര തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വരുന്നത്. ഇപ്പോൾ പല വിഷയങ്ങളും ചർച്ച ചെയ്യപ്പെട്ടെങ്കിലും വേണ്ടത്ര ചർച്ചയിടപ്പെടാത്ത പോയ ഒട്ടേറെ വിഷയങ്ങൾ മണ്ഡലത്തിലുണ്ട്. അത് ഏതൊക്കെയാണ് നമുക്ക് ഒന്ന് വിലയിരുത്തി നോക്കിയാൽ എന്തായിരിക്കും പ്രധാനപ്പെട്ട സംഭവം? ചർച്ച ചെയ്യപ്പെടാത്ത വിഷയം എന്ന് പറയുമ്പോൾ വികസനം ചർച്ചയായി, പക്ഷെ വികസന കാഴ്ചപ്പാടുകൾ ആഴത്തിൽ ചർച്ച ചെയ്യുമെന്ന് ചോദിച്ചാൽ ഇന്ന് അത് ഒറ്റയടിക്ക് ഒരു വികസനം എന്ന് പറഞ്ഞ ചർച്ചയായി പോകുകയാണ്. പേരുകൾ എണ്ണി പറഞ്ഞല്ലാതെ എന്നാൽ ആ കാഴ്ചപ്പാടുകൾ എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്, നഗരത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകും എന്ന നിലയിലേക്ക് ഒരിക്കലും ചർച്ച. ഉദാഹരണത്തിന് ബാലഗോപാൽ മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വികസന പദ്ധതികളാണ് IT പാർക്ക്, സോഹോ ക്യാമ്പസ്, അതേപോലെ തന്നെ IHRDയിൽ ട്രെയിനിങ് സെന്റർ, വർക്ക് നിയർ ഹോം, ഇതെല്ലാം കണക്റ്റഡ് ആണല്ലോ. ഇതെല്ലാം കൂടെ ചേർത്ത് ഇതിന്റെ സാധ്യത അദ്ദേഹം ഒരിക്കൽ പറഞ്ഞിരുന്നു. വിഴിഞ്ഞം പോർട്ട് സജീവമാകുന്നതോടെ ഒരു ഇൻഡസ്ട്രിയൽ ഇടനാഴി സൃഷ്ടിക്കപ്പെടുകയാണ്. ആ ഇടനാഴിയുടെ ഭാഗമായി കൊട്ടാരക്കരയും മാറുമ്പോൾ ഇത് ഈ പദ്ധതികൾ അത്രമാത്രം പ്രയോജനം ചെയ്യപ്പെടുന്നുള്ള കാര്യം യഥാർത്ഥത്തിൽ ഇതൊരു ഭാവിയിലെ കാഴ്ചപ്പാടാണ്. LDF ചർച്ച ചെയ്തില്ല. LDF ചർച്ച ചെയ്തില്ല. LDF എനിക്ക് തോന്നുന്നു അവര് തന്നെ വേണ്ടത്ര അതിനെ കുറിച്ച് പഠനം നടക്കുകയോ ചർച്ച ചെയ്തില്ല. പ്രസംഗം നടത്തിയ ഒരു നേതാവ് ഇല്ല, അതിനെ കുറിച്ച് അറിയത്തില്ല. ആലോചിച്ചിട്ടുണ്ടായിരിക്കില്ല. പക്ഷേ വലിയ സാധ്യത ഇതൊക്കെ നടന്നു എന്നുള്ളതല്ല. കോൺഗ്രസ് ചോദിക്കുന്ന പോലെ വിമാനത്താവളം വരുമോ, അല്ലെങ്കിൽ ഹെലിപ്പാഡ് നിർമ്മിച്ചിട്ട് കൊട്ടാരക്കരയ്ക്ക് എന്താണ് നേട്ടം? എല്ലാ നമ്മളിപ്പം കഴക്കൂട്ട IT പാർക്ക് തന്നെ വന്നിട്ട് 10-30 വർഷത്തിന് ഇപ്പുറമാണ് അതിന്റെ നേട്ടം യഥാർത്ഥത്തിൽ ആളുകൾ ഇപ്പം മനസ്സിലാക്കി. ഹെലിപ്പാഡ് വരുമ്പോൾ ചെറിയ കാര്യമല്ല. തിരുവനന്തപുരത്ത് നിന്ന് ഏറ്റവും കുറഞ്ഞ സമയത്തുള്ളിൽ കൊട്ടാരക്കര വന്ന കാലം പുരോഗമിക്കുകയാണ്. കൊട്ടാരക്കര വന്നിറങ്ങി ഇത്ര വലിയ വിമാനവും ഹെലികോപ്റ്ററും ഒക്കെ പെട്ടെന്നുള്ള ഒരു ആക്സസിലേക്ക് എത്തുന്ന ഒരു കാലം. യഥാർത്ഥത്തില് ഒരു ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ഒരു വികസന പദ്ധതികൾ. അല്ല, അത് ഹെലിപ്പാഡിനെതിരെ ഇവർ പല രീതിയിലുള്ള കളിയാക്കലുകളൊക്കെ പല ഭാഗത്തുണ്ടായാലും ഇപ്പൊ കാർഗ അതിന് വന്നപ്പോൾ തന്നെ അതിന്റെ ബുദ്ധിമുട്ടുകൾ അറിഞ്ഞാണ്. കാർഗ ഇവിടെ വന്ന് പെട്ടെന്ന് ഇറങ്ങി ഇതിലേക്ക് പോവുക, അപ്പൊ അവിടെ ഇവിടെ ഒരുക്കിയ ബുദ്ധിമുട്ടുകൾ. നമ്മുടെ ഈ തെരഞ്ഞെടുപ്പിന്റെ ചർച്ചാ വിഷയങ്ങള് മുൻകൂട്ടി നിശ്ചയിക്കുകയും അത് വേണ്ടത്ര അത്തരത്തിലുള്ള ഒരു ചർച്ചകളിലേക്ക് എനിക്ക് തോന്നുന്നു സംസ്ഥാനത്തെ നല്ല എങ്ങനത്തെ തെരഞ്ഞെടുപ്പ് മാറുന്നുണ്ട്. വിദേശ രാജ്യങ്ങളിലൊക്കെ അങ്ങനെ ചില കാഴ്ചപ്പാട്, ഇതിനെല്ലാം ഒരു പാറ്റേൺ ഉണ്ട് എങ്ങനെയായിരിക്കണം എന്ന് മുൻകൂട്ടി കാഴ്ചപ്പാട്. ഈ ഇടതുമുന്നണി തന്നെ മുമ്പേ പറഞ്ഞ പോലെ പിന്നെ ബാലഗോപാൽ മിനിസ്റ്റർ കൊണ്ടുവന്ന വികസനങ്ങൾ എണ്ണി അവർ ആളുകളിൽ എത്തിക്കുന്നതിൽ പരാജയപ്പെട്ടു. ഇപ്പൊ നഗരസഭയുടെ ആ കോംപ്ലക്സ് IT പാർക്കിനോട് ചേർന്ന് എന്തൊക്കെ അവിടെ വരുന്നു എന്ന് ആളുകളിൽ എത്തിക്കാൻ അവരെ കൊണ്ട് പറ്റിയിട്ടില്ല. ഇപ്പോൾ 2 സെന്ററുകൾ ഉണ്ടാവുമ്പോൾ ഒന്ന് നമ്മുടെ രവിനഗറില് IT പാർക്കും ടൗൺ ഹാളും നഗരസഭ അവിടെ ഒരു ഓപ്പൺ എയർ തിയേറ്റർ വരെ വരികയാണ്, വളരെ നിശാഗന്ധി മോഡലിൽ. ആ ഒരു സംഭവം എനിക്കൊന്ന് ചർച്ച ചെയ്യപ്പെട്ടിട്ടേ ഇല്ല. യാഥാർത്ഥ്യമായി കഴിഞ്ഞാൽ കൊട്ടാരക്കരയുടെ മുഖം മാറും. അതിനപ്പുറം ETC ഡ്രോൺ പാർക്ക് വരുന്നു, മറ്റു പദ്ധതികൾ വരുന്നു. ഇതൊക്കെ യാഥാർത്ഥ്യമായാലാണ് ആ കാര്യത്തിൽ. അല്ല, അതിനെല്ലാം എനിക്ക് ഫണ്ടൊക്കെ അനുവദിച്ച് കഴിഞ്ഞിട്ടിരിക്കുന്ന സംഭവമാണ്. ഇതുവരെയുള്ള ഒരു അനുഭവങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഏത് യാഥാർത്ഥ്യമാണ്? പല പ്രോജക്റ്റുകളും ഡിലേ ആയി പോകുന്നു, ഇല്ലാതായി പോകുന്നു. ചോദിക്കുന്ന ചോദ്യങ്ങളെ നിഷേധിക്കുന്നത് നമ്മളില്ല. പക്ഷേ ഇതൊക്കെ യാഥാർത്ഥ്യമായി കഴിഞ്ഞാൽ കൊട്ടാരക്കര ഈ പറയുന്ന പോലെ സമീപ ഭാവിയില് ഏറ്റവും മികച്ച, എപ്പോഴും അല്ലെങ്കിൽ കേരളത്തിലെ എണ്ണപ്പെടുന്ന പട്ടണങ്ങളെക്കാൾ ഏറ്റവും സെക്കൻഡ് ടയർ സിറ്റീസിലെ ഏറ്റവും ശ്രദ്ധേയമായ സ്ഥലമാണ്. ഒരു സംശയം. അത് മാത്രമല്ല ETCയിൽ ഈ സയൻസ് മ്യൂസിയം എന്നൊരു സാധനം ബഡ്ജറ്റിൽ ഫണ്ട് അനുവദിച്ച സാധനമാണ്. അതൊരു വലിയ കാഴ്ചപ്പാടാണ്. കേൾക്കുമ്പോൾ തന്നെ സയൻസ് മ്യൂസിയം, ഡ്രോൺ പാർക്ക്, IT പാർക്ക് അവിടെ ഒരു എഡ്യൂക്കേഷണൽ ഹബ്ബായി മാറുകയാണ്. ഇങ്ങനെ ഒരു ദീർഘവീക്ഷണത്തോടെ ഒരു ഐഡിയ ഉണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് ചർച്ച ചെയ്യപ്പെട്ടില്ല എന്നുള്ളത് വളരെ കറക്റ്റാണ്. ചർച്ച ചെയ്യപ്പെടുകയോ എതിർഭാഗം അതിനെ പ്രതിരോധിക്കുന്ന നിലയിലേക്ക് ഇറങ്ങി ചെല്ലും. അവർക്കൊരു വ്യക്തത ഇല്ലായിരുന്നു എന്തൊക്കെയാണ്. ഈ വിഷയം എടുത്തിട്ട് ചർച്ചയാവും. ആരും എടുത്തിരുന്നില്ല, 2 പേരും എടുത്തിരുന്നില്ല, 3 എടുത്തിരുന്നില്ല. എല്ലാവരും അവരോട് പറയാനുള്ളത് പറഞ്ഞിങ്ങനെ വോട്ടപരിശോധന നടത്തുന്നുള്ളതല്ല. അത് ഇനിയും മറ്റൊരു കാര്യം കൂടിയുണ്ട്. എത്രയോ നാളായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ് കൊട്ടാരക്കരയിലെ ഗതാഗതം. അതിന് പരിഹാരമായിട്ട് ബൈപ്പാസ് വരും, അല്ലെങ്കിൽ അതിനുവേണ്ടി ഫണ്ട് വെച്ചിട്ടുണ്ട്, പ്രാഥമിക പ്രവർത്തനങ്ങളായി ഒക്കെ പറയും. ബൈപ്പാസിന്റെ ഗതാഗത കുറിപ്പിന്റെയും പോരായ്മ പറയുമ്പോഴും ഒരു ബദൽ നിർദ്ദേശമോ അത് ഈ തെരഞ്ഞെടുപ്പിന്റെ കാഴ്ചപ്പാടിന്റെ ഒരു പോരായ്മയാണ്. ഭാവിയിലേക്കുള്ള ഒരു വികസനം എങ്ങനെയാണെന്ന് അവതരിപ്പിക്കുക, അല്ലെങ്കിൽ നഗര സൗന്ദര്യവൽക്കരണം എങ്ങനെ മാറ്റാം തെരഞ്ഞെടുപ്പിലൂടെ, അങ്ങനെയുള്ള പല തെരഞ്ഞെടുപ്പുകളിലും വിദേശ രാജ്യങ്ങളിലൊക്കെ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഇവിടെ അങ്ങനെയുള്ള പ്രഖ്യാപനങ്ങളൊന്നും ഇല്ല. അപ്പം എല്ലാവരും ഗതാഗത കുരുക്കിനെ കുറിച്ച് പറയുന്നത് തീരുന്നു, അത്രയേ ഉള്ളൂ. അതിനപ്പുറത്ത് കൂടുതൽ അതിലേക്കും പോകുന്നില്ല എന്നുള്ളതാണ്. ഇല്ല, പരിഹാരമായിട്ടില്ല എന്നുള്ളത് ശ്വാസം മുട്ടിക്കുന്ന പ്രശ്നങ്ങളാണ്. ബൈപ്പാസ് വന്നിട്ടുണ്ട്, വരുന്നുണ്ടായിരുന്നു നമുക്ക് പറയാം. അത് യാഥാർത്ഥ്യമായി കഴിയുമ്പോഴേ അതിന് ഈ അവസാന നിമിഷങ്ങളിൽ മാത്രമാണ് ഈ പറഞ്ഞ 3 വർഷം എന്ന് പറയുന്ന ഒരു വസ്തു ഏറ്റെടുക്കുന്ന കേരളത്തിലെ സംബന്ധിച്ച് വലിയ ഒരു കീറാമുട്ടിയാണ്. വളരെ കുറച്ച് നാളുകൾ സാങ്ഷൻ കിട്ടുക, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചില്ലായിരുന്നെങ്കിൽ ഫസ്റ്റ് ഗഡുപ്പ് കിട്ടിയാണ്, അതിന്റെ എല്ലാം ഒക്കെ ആയിരുന്നതാണ്. അപ്പോ ഇതൊക്കെ പറയുമ്പോഴും
നല്ലൊരു കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാട് യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെട്ടില്ല എന്നുള്ളത് സങ്കടകരമാണ്. ഐഷ പോറ്റിയും ടീം, അതായത് UDF വികസനത്തിനെതിരെ പ്രതിരോധിക്കുന്നു എന്ന് കണ്ടതോടെ ഇവർ മാറ്റിപ്പിടിക്കാൻ തുടങ്ങി. അവസാന ഘട്ടങ്ങളിൽ അങ്ങനെയാണ് ചില സംഭവം ഉണ്ടായത്. വികസനത്തോടെ LDF നേട്ടത്തിലേക്ക് പോകുമ്പോൾ വികസനത്തിനെ പ്രതിരോധിക്കുക എന്നതായി UDFന്റെ ഒരു നയം. അതിനവരെ എടുത്തിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രം 3 ടൈം ഐഷ പോറ്റി MLA ആയിരുന്നപ്പോൾ അവർ കൊണ്ടുവന്ന വികസനങ്ങളായിരുന്നു ഇവിടെ ഉള്ളത് എന്ന് ഒരു നറേഷൻ സൃഷ്ടിക്കാൻ ശ്രമിച്ചു. അല്ല, അങ്ങനെ ഈ വികസനത്തിന്റെ ഒരു വിഷയം ചർച്ചയായാലേ ആർക്കായിരിക്കും മേൽക്കൈ? അത് LDF-നായിരിക്കും. ഇതിനകത്ത് ഈ പ്രശ്നം പൊതുജനങ്ങളിൽ എടുത്തു കാണിക്കാൻ അവർ ശ്രമിച്ച ഒരു പ്രധാന ഘടകം വികസനം എന്ന് പറയുമ്പോഴും ഒന്നും പൂർത്തിയാകാത്തൊരു വികസനം എന്നൊരു ചിത്രീകരണത്തിലേക്ക് കൊണ്ടുവരാൻ UDF ഒരു പരിധി വരെ ശ്രമിച്ചിരുന്നു. അവർക്ക് അത് വിജയിച്ച ഒരു പരിധി വരെ ആദ്യഘട്ടത്തിൽ. പിന്നീടാണ് അതിനെ എനിക്ക് തോന്നുന്നു പ്രതിരോധിക്കാനുള്ള ശ്രമം LDF-ന്റെ ഭാഗത്തു നിന്നുണ്ടായി. അല്ല, വികസന കാര്യം ചർച്ച ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു മേൽക്കൈ LDF-ന് കിട്ടാൻ സാധ്യതയുണ്ടെന്ന്. കാരണം എന്ന് പറഞ്ഞാൽ ഇതുവരെ കൊട്ടാരക്കര കണ്ടിട്ടില്ലാത്ത ചില പദ്ധതികൾ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആരും പ്രതീക്ഷിക്കാത്ത ചില വലിയ പദ്ധതികൾ. അതെ, ഒരു ടെക്നോ പാർക്ക് മോഡലിൽ ഒരു IT പാർക്ക് എന്ന് പറയുന്നത് കൊട്ടാരക്കരയ്ക്ക് അടുത്ത കാലത്തെങ്ങും കഴിഞ്ഞ കാലങ്ങളിൽ സ്വപ്നം കാണാത്തൊരു പദ്ധതിയായിരുന്നു. അത് യാഥാർത്ഥ്യമായിട്ടില്ല, പക്ഷെ അതിന് ഒരു തുടക്കം ഇടാൻ കഴിഞ്ഞു എന്നുള്ളത്. അല്ല, പലതും അങ്ങനെയാണ്. ഒരു തിയേറ്റർ പ്രൊജക്ട് എന്നൊക്കെ പറയുന്ന വളരെ ശൂന്യം പെട്ടെന്ന് പ്രഖ്യാപിക്കുക. അപ്പൊ അങ്ങനെയൊക്കെ ഒത്തിരി നമ്മൾ ബൈപ്പാസ് തന്നെ പൂർത്തിയാക്കാൻ പറ്റിയില്ലെങ്കിലും ഏത് വികസന പദ്ധതി എടുത്താലും നമ്മൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന സിവിൽ സ്റ്റേഷൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ്. പക്ഷേ സിവിൽ സ്റ്റേഷൻ എത്ര വർഷം കൊണ്ട് പൂർത്തീകരിച്ചു? 10 വർഷത്തോളം 10 വർഷം പൂർത്തീകരിച്ചു. 5 വർഷം എന്ന് വെച്ചാൽ 5 വർഷത്തിൽ കോവിഡ് 1.5 വർഷം പോയി. അതിനുശേഷമുള്ള 3 ടൈം ഇരുന്നുകൊണ്ടാണ് അത് ഐഷ പോറ്റിക്ക് ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞത്. അപ്പോൾ ഏത് വികസന പദ്ധതി എടുത്താലും ആദ്യത്തെ ടൈമിൽ പൂർത്തീകരിക്കാൻ വളരെ പ്രയാസമാണ്. അത്തരത്തിലുള്ള പദ്ധതികളാണ് ഇതൊക്കെ. പതിവിനും വിപരീതമായി മറ്റൊരു പ്രത്യേകത, LDF ഒരു കാടടച്ച് എങ്ങും നടത്തുന്ന രീതിയിലുള്ള ഒരു പ്രചരണം കൊട്ടാരക്കരയിൽ വളരെ മിതത്വം പാലിച്ച് എന്താണ് ഉദ്ദേശം അറിഞ്ഞില്ല. ഇപ്പം പോസ്റ്ററിലായാലും അല്ലാത്ത പ്രചരണങ്ങളിലായാലും സംസ്ഥാന തലത്തിലുള്ള നേതാക്കന്മാർ പോലും ഇവിടെ എത്തിയില്ല. പക്ഷെ അത് പറയുമ്പോഴും UDF-ല് പ്രധാനപ്പെട്ട ഉയർന്നൊരു ആരോപണം കുടിക്കുന്ന സുരേഷ് MP തന്നെ മുന്നോട്ട് വെച്ചെന്താ, പണമൊഴുക്കിന്റെ ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ പണമൊഴുക്ക് നടത്തുന്നതാണ്. അത് പ്രത്യക്ഷത്തിൽ നോക്കിയാൽ അങ്ങനെ ഒരു പണമൊഴുക്ക് LDF-ന്റെ പ്രചരണത്തിൽ കാണാൻ കഴിഞ്ഞു. പണമൊഴുക്ക് പ്രചരണത്തിൽ ഇല്ലായിരുന്നു, അതൊരു കറക്റ്റായ വസ്തുത. കാരണം നമ്മൾ കാണുന്നിടത്തെല്ലാം 3 മുന്നണികളുടെ ഏകദേശം എനിക്കൊന്ന് കുറച്ചുകൂടി കൂടുതൽ UDF-ന്റെ പോസ്റ്ററുകൾ പലതരത്തിലെ മൾട്ടി കളർ പോസ്റ്ററുകളും ഭിത്തിയിലെ പ്രചരണ എഴുത്തുകളിലെല്ലാം UDF-ന്റെ ആയിരുന്നു. അല്ല, അതൊരു കറക്റ്റായ വസ്തുത. കാരണം എന്ന് പറഞ്ഞാൽ UDF നമ്മൾ തന്നെ നോക്കിയിടത്തോളം 4 തരത്തിലുള്ള പോസ്റ്ററുകൾ വളരെ ആ പോസ്റ്ററൊക്കെ ഒരു പക്ഷേ LDF-നേക്കാൾ മികച്ചെന്ന് UDF-ന്റെ ഓരോ ടൈമിലും പോസ്റ്ററുകൾ മാറ്റി ഇറക്കി. അതുപോലെ കട്ടൗട്ടുകൾ, ഫ്ലെക്സുകൾ എല്ലാം ഒപ്പത്തിനൊപ്പമായിരുന്നു. ഇതിനകത്തൊരു പണമൊഴുക്കിന്റെ അധിക ആഡംബരം ഉണ്ടെന്നൊരിക്കലും തോന്നുന്നില്ല. ഈ ഐഷ പോറ്റി CPM വിട്ടുപോയപ്പോൾ അതിനെതിരെ ശക്തമായ പ്രതികരണം ആദ്യഘട്ടങ്ങളിൽ CPM നടത്തിയിരുന്നില്ല. മുഖ്യമന്ത്രി പോലും അത് കഴിഞ്ഞൊരു സമ്മേളനത്തിന് കൊട്ടാരക്കര എത്തിയിട്ട് പോലും ഐഷ പോറ്റിയുടെ എനിക്കൊന്ന് പേരെടുത്ത് പറയാതെ പറഞ്ഞില്ല, അന്നൊന്നും പറഞ്ഞില്ല. ഐഷ പോറ്റിയുടെ പാർട്ടി മാറ്റത്തെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല. ആകെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് എത്തിയപ്പോൾ മാത്രമാണ് മുഖ്യമന്ത്രി. എനിക്ക് തോന്നുന്നു ഒരു വലിയ നാവിൽ അതൊക്കെ പ്രഖ്യാപിച്ചവരെ എത്ര വലുതാക്കണ്ട ചിന്തയായിരുന്നു എനിക്ക് അത്തരത്തിലുള്ള ഒരു കാര്യം. കാരണം നേരിട്ട് പ്രതിരോധിക്കേണ്ടെന്നാണ് ഇപ്പോഴും അവരുടെ ഒരു നിലപാട്. പലതിലും പേര് പറയാതെയൊക്കെയാണ് ഉന്നയിക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഐഷ പോറ്റി അതൊരു ഒരു പിടിവള്ളിയാക്കിയിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിന് 2 ദിവസം മുമ്പ് നടത്തിയ പത്രസമ്മേളനം ഈ ഒരൊറ്റ വിഷയത്തിൽ കേന്ദ്രീകരിച്ചായിരുന്നു. അത് മാത്രമല്ല, ഐഷ പോറ്റിയുടെ സ്ട്രാറ്റജി തന്നെ നേരെ മാറി. അവരെ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു മുഖമാണ്. ഒരു അറ്റാക്റ്റീവ് പൊളിറ്റിക്സിലേക്ക് മാറുന്നത് വളരെ വ്യക്തിപരമായൊരു മാറ്റം ഐഷ പോറ്റിയിൽ കണ്ടൊരു സംഭവമായിരുന്നു. പലപ്പോഴും നേർക്കുനേർ ആരോപണങ്ങൾ ഉന്നയിക്കുക, ശക്തമായി പ്രതിരോധിക്കുക, പേരെടുത്ത് ഓരോരുത്തരെയും സൂചിപ്പിക്കുന്ന രീതിയിലേക്ക് ഐഷ പോറ്റിയുടെ പൊളിറ്റിക്സ് തന്നെ അവർ മാറ്റി. അല്ല, അതിന് അവരെ കുറ്റം പറയാൻ പറ്റുമൊന്നുമില്ല. ഇപ്പം പ്രത്യേകിച്ചും ഒരു വനിതയാണ്. ഈ സൈബറിടങ്ങളിലെ അക്രമം എന്ന് പറയുന്നത് നേരത്തെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരാളാണ്. സൗമ്യതയായിരുന്നാൽ പോലും പലപ്പോഴും ശക്തമായി പ്രതികരിക്കണം. പക്ഷെ പ്രതികരിക്കുമ്പോഴും എനിക്ക് തോന്നുന്നു അവർ ഒരിക്കലും അവരുടെ ഒരു ഭാഷയെ സൗമ്യതയൊന്നും വിട്ടിരുന്നില്ല. എങ്കിലും ഒരു അറ്റാക്റ്റീവ് മൂഡ് പലയിടത്തും പ്രകടമായിരുന്നു. അവരൊരു രോഷം സന്ദർഭങ്ങളിൽ ആത്മരോഷം കൊള്ളുന്ന രീതിയിലുള്ള ഒരു പ്രകടനം അതിലും വിപരീതമായി അവർ കണ്ടിട്ടില്ലാത്തൊരു ഓരോ സന്ദർഭങ്ങളാണല്ലോ മനുഷ്യരെ അങ്ങനെ ആക്കി തീർക്കുന്നത്. അപ്പോൾ എനിക്കൊന്ന് തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടങ്ങളിൽ ഇത് ബോധപൂർവ്വം ചർച്ചയാക്കാനായിട്ട് UDF ശ്രമം വരുത്തിയില്ലേ? അങ്ങനെ ശ്രമം നടത്തിയിട്ടുണ്ട് ഇല്ലേ? ഐഷ പോറ്റി ഇങ്ങനെ സൈബർ ആക്രമണം നടത്തുന്നു, വനിതയാണ് എന്നൊരു ശ്രമം അത് മാക്സിമം അവർ പ്രയോജനപ്പെടുത്താനുള്ള ശ്രമം. MP ഒക്കെ നേരിട്ട് വന്ന് ഒരു ആരോപണം ഉന്നയിക്കുന്നു. അവര് ഐഷ പോറ്റി തന്നെ അത് എനിക്ക് ആക്രമണം ഉണ്ടാകുമോ എന്നുള്ളൊരു ഭീതിയിലൊക്കെ പ്രഖ്യാപിക്കും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം. അതെ,
അങ്ങനെയൊക്കെ ചില നീക്കങ്ങൾ അവരുടെ ഭാഗത്തുനിന്നുണ്ടായി. ബാലഗോപാൽ അതിനോടൊക്കെ ഒരു വളരെ മൃദുത്വമായിട്ടാണ് പ്രതികരിച്ചത്. അതൊരു ഒരു ജെന്റിൽമാൻ പൊളിറ്റിക്സ് എന്നുള്ള രീതി. ഇപ്പം വി ഡി സതീശൻ പലതവണ ഇവരെ ധനമന്ത്രിയെ പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചപ്പോഴും നിയമസഭയിൽ പോലും പുള്ളി അങ്ങനെയാണ് പ്രതികരിക്കുന്നതിനെതിരെ. അത് അങ്ങ് ചെന്ന് പറഞ്ഞാൽ മതി എന്ന ഏറ്റവും കൂടുതൽ ദേഷ്യത്തിൽ പുള്ളി പറയുന്ന ഒരു ഡയലോഗ്. അതിനപ്പുറത്തോട്ട് പറയത്തില്ല. ഇന്നലെ പറയുമ്പോഴും ഇത് തന്നെയായിരുന്നു. ഇത്രയൊക്കെ ആക്രമണം ഉണ്ടാകുമ്പോഴും മിതത്വം പാലിച്ചുള്ള ഒരു പ്രതികരണത്തിനാണ് മുഖ്യമന്ത്രി പ്രയോഗിക്കാൻ വാക്കുകൾ പോലും ബാലഗോപാൽ പ്രയോഗിച്ചിട്ടില്ല. പ്രയോഗിക്കാൻ എല്ലാ സാഹചര്യം ഉണ്ടായിട്ടും ഒരിക്കലും പ്രയോഗിച്ചില്ല. ഈ 5 വർഷം മുമ്പ് ബാലഗോപാൽ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ഒരുപാട് ബാലഗോപാലിനെ കുറിച്ചുള്ള ധാരണകൾ പറഞ്ഞിരുന്നു. ഇദ്ദേഹം പാർട്ടി സെക്രട്ടറിയുടെ കാർക്കശ്യത്തിലാണ് വരുന്നത്, തലക്കനമുള്ള ആളാണ്, സാധാരണക്കാർക്ക് അപ്രാപ്യനാണ് എന്നൊക്കെയുള്ള ഒരുപാട് പ്രചാരണങ്ങൾ. ബാലഗോപാലിനെ കുറിച്ചൊരു വ്യക്തത ഈ മണ്ഡലത്തിൽ ആർക്കും ഇല്ലല്ലോ. അന്ന് പാർട്ടി എന്നുള്ള നിലയിൽ മാത്രമുള്ള ചില ചൂടൻ ചർച്ചകൾ മാത്രമാണ്. കഴിഞ്ഞ ദിവസം പത്രസമ്മേളനം നടത്തിയപ്പോഴും ബാലഗോപാൽ എടുത്ത് ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യമാണ് ഒരുപാട് അദ്ദേഹം ഉപയോഗിച്ച വാക്കുന്നത് ഒരുപാട് കിംവദന്തികൾ പറഞ്ഞിരുന്നു. പക്ഷേ ഞാൻ 5 വർഷവും നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു, എല്ലാ ചടങ്ങുകളിലും ഉണ്ടായിരുന്നു, സുഖദുഃഖങ്ങളിലും ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. അങ്ങനെ നമ്മുടെ ഒരു കാഴ്ചപ്പാടിൽ അല്ലെങ്കിൽ നമ്മുടെ പരിചയത്തിലുള്ള ബാലഗോപാൽ ആ കിംവദന്തിയിൽ ഉൾപ്പെടുന്ന ആളായിരുന്നു അല്ലെന്നാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. മാത്രം പുള്ളിക്കൊരു അഡ്വാൻറ്റേജ് ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഒരു പരിചയപ്പെടുത്തി മണ്ഡലത്തിലേക്ക് വരേണ്ട ഒരു കാര്യമില്ല. മണ്ഡലത്തിൽ നിറഞ്ഞു നിന്നുള്ളത് കുറച്ചുകൂടെ എളുപ്പമായിട്ടുണ്ട് അദ്ദേഹത്തിന് ആളുകളിലേക്കുള്ള ആക്സസിലേക്ക്. ചില പഞ്ചായത്തുകളിലൊക്കെ നമ്മൾ തന്നെ ചെല്ലുമ്പോൾ അത് വ്യക്തമായിരുന്നു. സ്ത്രീകളിൽ മുമ്പില്ലാത്ത ചില സ്വീകാര്യത ഈ പ്രായം ചെന്ന സ്ത്രീകളിലൊക്കെ വ്യക്തമായിരുന്നു. അല്ല, അത് ഈ പെൻഷൻ ഒരു പക്ഷേ എനിക്ക് വലിയൊരു ഘടകം തന്നെയാണ്. സ്ത്രീകളും പ്രായം ചെന്നല്ലോ. പാലക്കാട് മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട ഒരു ഘടകം 56,000-ഓളം പെൻഷൻകാരുണ്ട്. വലിയൊരു ഘടകമാണ്. പ്രതിമാസം കൃത്യമായിട്ട് പൈസ കയ്യിൽ കിട്ടുന്നതിൽ സംതൃപ്തരായ 56,000 പേരുള്ളത് എനിക്ക് തോന്നുന്നു ബാലഗോപാൽ അതൊരു ആശാഘടകമായിട്ട് വലിയൊരു ഘടകമായിരുന്നു എനിക്ക് തോന്നുന്നു. അവരെല്ലാം പറഞ്ഞു ഞങ്ങൾക്ക് ഒന്നും ഇല്ലെങ്കിലും പെൻഷൻ വേണമെന്ന് പറയുന്നത് അങ്ങനെ ചില പ്രചരണ രംഗത്ത് നേരിട്ട് കാണാൻ പറ്റും. ഒന്നും വേണ്ട, ഞങ്ങൾക്ക് പെൻഷൻ കിട്ടിയാൽ മതി. വയോജനങ്ങളെ സംബന്ധിച്ചുള്ള അത് പ്രയോജനം വലിയ നേട്ടം. ഈ 2 വ്യക്തിത്വങ്ങൾ വെച്ചൊന്ന് തട്ടിച്ചു നോക്കിയാൽ, ഇപ്പൊ ബാലഗോപാൽ ഒരു തട്ടില്, ഐഷാപ്പറ്റി ഒരു തട്ടില്, യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ഒരു വ്യക്തിത്വങ്ങളുടെ ഒരു തൂക്ക് നോക്കലാണല്ലോ ഇപ്പൊ നടക്കുന്നത് രാഷ്ട്രീയത്തിനപ്പുറം. അപ്പോൾ അങ്ങനെ ഒരു തൂക്ക് നോക്കിയാൽ രണ്ടുപേരെയും ഏകദേശം തുല്യമാണ്. അവരുടെ വ്യക്തിത്വം നോക്കിയാലും അവരുടെ ഭരണപരമായ കഴിവുകൾ നോക്കിയാലും അല്ലെങ്കിൽ പൊതുജനങ്ങളുടെ ഇടപെടൽ നോക്കിയാലും ഈ 2 കാര്യങ്ങളിലും നമുക്ക് ആരെങ്കിലും ഒരാളെ കുറഞ്ഞെന്നോ കൂടുന്നോ പറയാൻ പറ്റത്തില്ല. അങ്ങനെ പറയാൻ ഒക്കില്ല. പിന്നെ ആകെ ഒരു ചെറിയ പ്രശ്നമായി നമുക്ക് സൂചിപ്പിക്കുന്ന ഈ 3 വർഷം അല്ലെങ്കിൽ 3.5 വർഷം പൊതുപ്രവർത്തന രംഗത്ത് നിന്ന് കുറച്ച് മാറി എന്നുള്ളതൊരു ഐഷാപ്പറ്റിക്ക് ഒരു പുതിയ പരിചയപ്പെടുത്തൽ ചില സ്ഥലങ്ങളിലൊക്കെ വേണ്ടി വന്നു. അവർ രംഗത്തില്ലായിരുന്നു എന്നുള്ള സംഭവം. പക്ഷെ പിന്നീട് അത് ഓടി അവർ റിക്കവർ ചെയ്യുന്ന ഒരു കാഴ്ച ഇറങ്ങിയപ്പോൾ സ്ഥാനാർത്ഥി ആയതിനു ശേഷം മാറി എക്സ്പ്ലോർഡ് ആയിരുന്നു. അതെ, ലൈവായിരുന്നു. അത് കറക്റ്റാണ്. എപ്പോഴും ഐഷാപ്പറ്റിക്കെതിരെ എതിരുന്ന ഒരു പ്രതിരോധം, CPM ഉയർത്തുന്ന പ്രതിരോധമാണ് അധികാരത്തിന് വേണ്ടി പാർട്ടി വിട്ടു എന്നുള്ളൊരു ആരോപണം. അതിനെ പിന്നാലെ പോയി അതിനെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഇടതുപക്ഷത്തെ അതിനെ പ്രതിരോധിക്കാൻ പലപ്പോഴും കഴിഞ്ഞിട്ടില്ലെന്നാണ് ശരിയായ ഒരു പോയിന്റ് വെച്ചുകൊണ്ട് അതിനൊരു വിശദീകരണം കൃത്യമായി കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഐഷാപ്പറ്റി പക്ഷേ പറഞ്ഞ 2 പോയിന്റ് എന്ന് പറയുന്നത്, ഒന്ന്, ഞാൻ വീട്ടുതടങ്കലായിരുന്നു അല്ലെങ്കിൽ എന്നെ തടങ്കലാക്കിയത് പോലെയാണ്, എന്നെ നിർബന്ധിച്ച് VRS എടുപ്പിക്കുക. ഈ സാധാരണക്കാരിലേക്ക് അക്സസ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു വിശദീകരണം കൊടുക്കാൻ പലപ്പോഴും പറ്റിയിട്ടില്ല. ഒരേ സംഭവം വീണ്ടും ആവർത്തിക്കുന്നു. പൊതുമണ്ഡലത്തിൽ നിന്നും മാറ്റി നിർത്തി എന്നെ CPM VRS എടുപ്പിക്കുകയായിരുന്നു എന്നാണ് ഐഷാപ്പറ്റി പറഞ്ഞത്. അത് താഴെത്തട്ടിലേക്ക് എത്തിക്കാൻ പറ്റിയിട്ടില്ല. അതും പറഞ്ഞത് തെരഞ്ഞെടുപ്പിന്റെ അവസാനമാണ്. അതുവരെ വാഹനങ്ങളുടെ സംഭവമൊക്കെ അതെ. ആദ്യം കൃത്യമായി നോക്കിയാൽ ആദ്യം പറഞ്ഞത് അസൗകര്യങ്ങൾ പറഞ്ഞു, ശാരീരികമായ ബുദ്ധിമുട്ടുകൾ പറഞ്ഞു. പിന്നെ അല്ല, ഈ കാല് വെയ്യാത്ത അവർ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഈ സോഷ്യൽ മീഡിയകൾക്ക് ഉൾപ്പെടെ ചർച്ചപ്പെട്ട കാല് വെയ്യാന്നൊക്കെ ആദ്യം പാർട്ടിയിൽ നിന്ന് മാറിയെന്ന് പറഞ്ഞിട്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇതിലേക്ക് വരുമ്പോൾ ആക്റ്റീവായി ഓടി നടക്കുന്നവർക്ക് നേരത്തെ കാല് ചെയ്യായിരുന്നു ചുമ്മാ പറഞ്ഞല്ലേ എന്നൊരു സംശയം ജനിപ്പിക്കുന്നതൊക്കെ. അതൊക്കെ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് പാർട്ടി പ്രവർത്തകരാണ്. സാധാരണക്കാർ ഒരുപക്ഷെ പാർട്ടി പ്രവർത്തകരാണ്. എത്രയോ വർഷക്കാലം ഐഷാപ്പറ്റിക്ക് വേണ്ടി മുദ്രാവാക്യം വിളിക്കുകയും അല്ലെങ്കിൽ അവരെ സ്വന്തമെന്ന് കരുതിയിരുന്ന പാർട്ടി പ്രവർത്തകരാണ് ഇത്തരം ചോദ്യങ്ങൾ ആദ്യം ചോദിക്കുന്നത്. UDFനെ സംബന്ധിച്ച് ആദ്യം വന്ന വസന്തമാണ് ഐഷാപ്പറ്റി. പക്ഷെ അവർക്ക് വലിയൊരു വില നൽകേണ്ടി വന്നത് കഴിഞ്ഞ വർഷത്തെ അവരുടെ വസന്തം നഷ്ടപ്പെട്ടു. ഇപ്പോൾ രശ്മിയുടെ BJPയിലേക്കുള്ള കടന്നുവരവ് അത് ഏത് തരത്തിൽ ഈ മണ്ഡലത്തെ ബാധിക്കുമെന്നാണ് വിലയിരുത്തുന്നത്? രശ്മിയെ BJP വലിയ പ്രതീക്ഷയോടെയാണ് സ്വീകരിച്ചത്. എനിക്ക് തോന്നുന്നു രശ്മി എന്നൊരു പേര് വന്നപ്പോൾ തന്നെ BJP ചാടി വീണതുപോലെയാണ്. കാരണം
ഒരു അപസ്വരമോ എതിർസ്വരമോ BJP എങ്ങും ഉണ്ടായില്ല. എല്ലാവരും ഒരുപോലെ അംഗീകരിക്കായിരുന്നു. എല്ലാവരും അംഗീകരിക്കുന്നു. അതിന് കാരണം BJP ഒരുപക്ഷെ നല്ലൊരു സ്ഥാനാർത്ഥിയെ നിർത്താൻ വേറെ ഇല്ല. അത്രത്തോളം വലിയൊരു സ്ഥാനാർത്ഥി അവർക്ക് കിട്ടാൻ എനിക്ക് തോന്നുന്നത് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ലൊരു കാൻഡിഡേറ്റ് ആണ്. ഈ ഐഷാക്കുറ്റിയും ഐഷാക്കുറ്റിയുടെ പോലെ തന്നെയാണ് രശ്മിയുടെ ഒരു രാഷ്ട്രീയ പിന്നെ വളർച്ച അങ്ങനെ തന്നെയാണ്. രശ്മി നിന്ന മത്സരങ്ങളിൽ ജില്ലാ പഞ്ചായത്തിൽ നിന്ന് ജയിച്ചിട്ടുണ്ട്. നിയമസഭയില് നല്ലൊരു മത്സരമാണ് നിന്നിടത്തെല്ലാം ജയിക്കാൻ പറ്റിയെന്നുള്ളൊരു. കഴിഞ്ഞ വർഷം പിന്നെ നിയമസഭയിൽ നല്ലൊരു മത്സരമാണ്. ബാലഗോപാലിനോട് അത്രയും 57,000 വോട്ട് പിടിക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല. പ്രത്യേകിച്ച് അവർ എനിക്കൊന്ന് മത്സരിച്ചെടുത്തെല്ലാം പിടിച്ചു കയറുന്ന ഒരു കീഴടക്കുന്ന ഒരു രീതിയായിരുന്നു. അതുപോലെ തന്നെയാണ് രശ്മിയുടെ ആദ്യ തെരഞ്ഞെടുപ്പ് വിജയം ഏറ്റവും നിർണായകമാണ്. CPM-ന്റെ കോട്ടയായിരുന്ന മോസ്കയിലാണ് രശ്മി ജയിച്ചത്. അപ്പോൾ ആ നാട്ടിലുള്ള ഒരു സ്വീകാര്യത രശ്മി ജയിച്ച ഇടങ്ങളിലൊക്കെ ഒരു മൊത്തത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലാണെങ്കിൽ മൊത്തത്തിൽ രശ്മിക്ക് ഒരു സ്വീകാര്യതയുണ്ട്. ആ സ്വീകാര്യതയായിരിക്കും ഒരുപക്ഷെ BJP ഏറ്റവും കൂടുതൽ ആകർഷിച്ചത്. പക്ഷേ എനിക്ക് ഒരു പ്രതീക്ഷിച്ച തരത്തിലൊരു ട്രെൻഡിലേക്ക് എനിക്ക് തോന്നുന്നു എത്തിയില്ലെന്ന് തോന്നുന്നു അവസാന നിമിഷം വരെ എത്തുമ്പോൾ. ഒന്നാമത്തെ കാര്യം രശ്മിയെ പോലൊരു സ്ഥാനാർത്ഥിയെ പക്ഷെ പ്രചരണ രംഗത്ത് നോക്കുകയാണെങ്കിൽ വ്യത്യാസമാണ്. പ്രചരണ രംഗത്ത് UDF-നോടും LDF-നോടും ഒപ്പം നിറഞ്ഞ് NDA പ്രചരണമുണ്ട്. പക്ഷെ അത് ബേസ് മാർക്കുകൾ എത്രയുണ്ടായെന്ന് പറയുന്നത് അടിത്തട്ടിലേക്കുള്ള പ്രവർത്തനങ്ങൾ ബൂത്ത് തലത്തില് മാർക്ക് എത്രമാത്രം എത്തിയോ എന്നുള്ളത്. അല്ലാതെ ഈ മണ്ഡലത്തിലെ ഘടകങ്ങൾ രശ്മി പിടിക്കുന്ന വോട്ടുകൾ എങ്ങനെയായിരിക്കും സ്വാധീനിക്കുക? രശ്മിക്ക് വോട്ട് കിട്ടേണ്ടത് പ്രധാനമായിട്ടും കുളക്കട പഞ്ചായത്ത്, കുളക്കട, നെടുവത്തൂര്, മൈലം പഞ്ചായത്തുകളാണ് രശ്മിക്ക് വോട്ട് കിട്ടേണ്ട പഞ്ചായത്തുകൾ. നെടുവത്തൂര് എനിക്ക് തോന്നുന്നു കുറെ വോട്ടുകൾ ഇപ്രാവശ്യം പിടിക്കാൻ സാധ്യത. ഭരിക്കുന്ന പഞ്ചായത്ത് ആയതുകൊണ്ട് ഒരു ബേസ് ഉള്ള പഞ്ചായത്താണ്. ഒരുപക്ഷെ നെടുവത്തൂര് നല്ലൊരു പ്രചരണങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. കുളക്കട രശ്മിയുടെ സ്വന്തം പഞ്ചായത്ത് ആയതുകൊണ്ട് കുളക്കടയിലും കുറച്ച് വോട്ട് രശ്മി പിടിക്കേണ്ടതാണ്. പക്ഷെ അത് എത്രത്തോളം വരുമെന്നുള്ള വളരെ നിർണായകമാണ്. എല്ലാവരും അതുകൊണ്ട് തന്നെയാണ് UDF-ഉം ഏറ്റവും കൂടുതൽ കേന്ദ്രീകരിച്ചിരിക്കുന്നത് കുളക്കടയിലെയും. LDF അങ്ങനെ ഒരു പ്രതീക്ഷ അവരിലുണ്ട്. അവര് വോട്ട് പിടിക്കുമോ എന്നുള്ളൊരു ആശങ്ക ഉണ്ട്. സംസാരിക്കുമ്പോൾ അവരുടെ പ്രധാനപ്പെട്ട കാര്യം കുളക്കടയിലെ ഓരോ വോട്ട് പോലും കുളക്കടയിൽ നേരത്തെ ഉണ്ടായിരുന്നതും BJP കൂടുതലെന്നാണ് പറയുന്നത്. പക്ഷേ രശ്മിയുടെ ഒരു വ്യക്തിപ്രഭാവം വെച്ച വോട്ട് കുറച്ച് കൂടുതൽ തന്നെയാണ്. എന്തായാലും രശ്മി പിടിക്കുന്ന വോട്ടുകൾ ഇതിന്റെ ഫലത്തെ നിർണ്ണയിക്കുന്ന വലിയ ഘടകം തന്നെയായിരിക്കും. മണ്ഡലത്തിലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വൈക്കൽ സ്വാമൻ BJP-ക്ക് വേണ്ടി 21,000 വോട്ടാണ്. ആ 21,000 വോട്ടിൽ നിന്ന് എത്ര വോട്ട് രശ്മിക്ക് വർദ്ധിപ്പിക്കാൻ പറ്റും? ഇതിലൊരു എങ്ങനെയൊക്കെ ശരാശരി നോക്കിയാൽ 26, 27, 30-ൽ താഴെ വോട്ടുകൾ എത്തിയാൽ അത് രശ്മിയുടെ ഒരു വിജയം തന്നെയാണ്. പിന്നെ BJP-ക്ക് മൊത്തത്തിലുണ്ടായ ഒരു സ്വീകാര്യതയുണ്ട്. സംസ്ഥാനത്ത് ഉണ്ടാകുന്ന വോട്ടോ വർദ്ധന ഉണ്ടാകുന്ന ഒരു പ്രതീക്ഷയുണ്ട്. ഇതെല്ലാം കൂടെ ചേർക്കുമ്പോൾ ഒരു 28-30 ഇടയിൽ വോട്ട് കിട്ടിയാൽ അത് BJP-ക്ക് ഏറ്റവും വലിയ നേട്ടം, രശ്മിക്ക് വലിയ നേട്ടം. അത്രയും വോട്ടുകൾ എത്തിയാൽ ഒരു പക്ഷേ അങ്ങേ ഭാഗത്ത് മത്സരം കുറച്ചുകൂടി എളുപ്പമാകുകയോ അല്ലെങ്കിൽ ചിലപ്പോൾ ടൈറ്റ് ആവുകയോ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും BJP വോട്ടുകൾ നിർണായകമാണ്. തീർച്ചയായും ഈ ബാലഗോപാലിനെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു ഈ ചില മാറ്റങ്ങളൊക്കെ വന്നപ്പം ആദ്യം ഒരു വെല്ലുവിളി പോലെ തോന്നിയെങ്കിലും പിന്നീട് അത് ഇലക്ഷനിലേക്ക് കുറേ നാടുകളിലേക്ക് കടന്നു പോയപ്പം അത് അത്രത്തോളം ഒരു പ്രതീക്ഷിച്ച തരത്തിലേക്ക് വന്നില്ല എന്ന് ഒരു വിലയിരുത്തലുണ്ടെന്ന് തോന്നുന്നു. ബാലഗോപാലിന്റെ സ്വീകരണങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു നല്ല ആൾക്കൂട്ടവും ഒക്കെ ഉണ്ടായിരുന്നു. ബാലഗോപാലിന്റെ പ്രതികരണങ്ങൾ നോക്കുമ്പോഴും ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന റെസ്പോൺസ് അദ്ദേഹത്തിന് പോസിറ്റീവായിട്ടാണ്. എവിടെ കണ്ടാലും പെൻഷന്റെ കാര്യം പറയുക, എവിടെ കണ്ടാലും ചേർത്ത് നിർത്തുക, അങ്ങനെയൊക്കെയുള്ളൊരു ഇങ്ങനെ ജനങ്ങളിൽ നിന്നൊരു നല്ല റെസ്പോൺസ് ബാലഗോപാലിന് കിട്ടിയിട്ടുണ്ട്. അതാണ് ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം. അതെ, അത് കോൺഫിഡൻസ് ആദ്യഘട്ടത്തിലായിട്ട് കൂടിയിട്ടുണ്ട്. അത് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ കാണുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, അമ്മമാരൊക്കെ കാണുമ്പോൾ പറയുന്നത് പെൻഷൻ ഞങ്ങൾക്ക് തന്നെ. അത് LDF-നെ അല്ലെങ്കിൽ ബാലഗോപാലിന് മികച്ച ഒരു വോട്ട് ശതമാനം കിട്ടുന്നത് അതുവഴി ആയിരിക്കുമെന്ന കണക്കാക്കാൻ നമുക്ക് നിർവാഹമുണ്ട്. മറുഭാഗത്ത് ഈ പറഞ്ഞ പോലെ ആയിഷാക്കുറ്റി എപ്പോഴും പിന്നെ ശ്രദ്ധ വയ്ക്കുന്ന ഒരു കേന്ദ്രം സ്ത്രീ വോട്ടർമാരാണ്. നമ്മുടെ മണ്ഡലത്തിൽ 1,90,000 വോട്ടർമാരുള്ളതിൽ 1,06,666 വോട്ടർമാരും സ്ത്രീ വോട്ടർമാർ നിർണായക ഘടകമായിരിക്കും. ആ വോട്ട് എവിടേക്ക് ചായുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. വീട്ടമ്മമാർക്ക് ആയിഷാക്കുറ്റിക്ക് വോട്ട് കൊടുക്കുന്നതിനോട് ഒരു ആഭിമുഖ്യം മുമ്പേ ഉണ്ടായിരുന്നതാണ്. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആയിഷാക്കുറ്റിക്ക് അത്രയും വോട്ട് വർദ്ധന 42,000 വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടാകാനുള്ള പ്രധാന കാരണവും സ്ത്രീ വോട്ടർമാരുടെ ഒരു വർദ്ധന കാര്യം. ഈ സംസ്ഥാന തലത്തിൽ BJP പലയിടത്തും കോൺഗ്രസിനെ ആക്രമിക്കും, അത് ദേശീയ അവരുടെ ഒരു പോളിസിയാണ്. പക്ഷെ കൊട്ടാരക്കര മണ്ഡലത്തിൽ അത്തരത്തിൽ UDF-നെ ആക്രമിച്ചുള്ള ഒരു പ്രചരണ ശൈലി BJP ഇവിടെ സ്വീകരിച്ചില്ല എന്നുള്ള പ്രത്യേകതയാണ്.
കൊട്ടാരക്കരയിൽ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ആക്രമിച്ച് മറ്റു മണ്ഡലങ്ങളെ പോലെ വലിയൊരു ആക്രമിച്ച ഒരു ശൈലിയില്ല. എല്ലാവരും അവരവരുടേതായ കാര്യങ്ങളിൽ ഒതുങ്ങുകയും അതേസമയം തന്നെ പ്രതിരോധിക്കുകയാണ് കണ്ടത്. എല്ലാം ഇപ്പോ LDF പ്രചരണം എടുത്താലും അത് പ്രധാനമായിട്ടും 1350 കോടി രൂപയുടെ വികസന പദ്ധതികളാണ്. പിന്നെ ഐഷാപ്പറ്റിയെ പ്രതിരോധിക്കേണ്ടതിന്റെ പേരിൽ ഐഷാപ്പറ്റിക്കെതിരെ പ്രചരണം നടത്തിയെന്നുള്ളതല്ല. ഇനി UDF വന്നാലും UDF-ഉം ഐഷാപ്പറ്റി MLA ആയിരുന്ന കാലഘട്ടത്തിലെ അല്ലെങ്കിൽ വികസന പ്രചരണമാണ്. അവരും ഐഷാപ്പറ്റിയാണ് കൊട്ടാരക്കരയുടെ വികസനം നടപ്പിലാക്കിയെന്നുള്ളൊരു നറേറ്റീവ് ഉണ്ടാക്കുന്നത്. അവരും ബാലഗോപാലിനെ ഇൻഡിവിജ്വലായിട്ട് അധികം ആക്രമിച്ചിട്ടില്ല. ആകെ പറഞ്ഞൊരു പോയിന്റ് എന്നെ അതും അവസാന ഘട്ടത്തിലാണ് ബാലഗോപാലൻ പങ്കുണ്ട് ഇൻഡിവിജ്വലായിട്ട് ആക്രമിക്കാൻ പോയില്ല. മറുഭാഗത്ത് രശ്മി രണ്ടു കൂട്ടുകാർ, അതെ, രണ്ടുപേരെ ആക്രമിച്ചു. രശ്മിയുടേതായ വഴിയിലൂടെ പോവുകയാണ്. രശ്മിയെ LDF ആക്രമിച്ചിട്ടില്ല, UDF ആക്രമിച്ചിട്ടില്ല. ആർക്കും അതിനെ കുറിച്ച് വലിയ പരാതിയില്ല. രശ്മിയും BJP NDA കാൻഡിഡേറ്റും ആകെ വെച്ച് മുന്നോട്ട് ചെന്തുക അവരും വികസനം മാത്രമേ വന്നുള്ളൂ. മോദിയുടെ വികസനം മാത്രമേ വന്നുള്ളൂ. ആ യഥാർത്ഥത്തിൽ രാഷ്ട്രീയ പ്രത്യാരോപണങ്ങൾ ഈ മണ്ഡലത്തിൽ കുറവായിരുന്നു എന്ന് പറയാം. പിന്നെ നേതാക്കൾ പ്രസംഗങ്ങളിൽ പലതും പറയും, പക്ഷേ ജനങ്ങളുടെ ഇടയിലോ പ്രചരണ വിഷയത്തിലോ അറ്റാക്കിംഗ് ആയിട്ടുള്ള ഒരു ആക്രമണവും അത് പ്രചരണ രീതികളിലും അങ്ങനെയായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ വലിയ റോഡ് ഷോകളിലൊക്കെ LDF പതിവിന് വിപരീതമായി മാറിയിരിക്കുന്ന ഒരു കാഴ്ച പലയിടത്തും ഒരു ഗുണമുണ്ട്. എങ്ങും സംഘർഷങ്ങളില്ല, ഇല്ലായിരുന്നു, അങ്ങുമില്ല. എടുത്തു പറയാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ സംഘർഷങ്ങൾ ഉണ്ടായില്ല. സാധാരണ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചൊക്കെ ഉണ്ടാവേണ്ടത് ഒരു നല്ല സൂചനയാണ്. എല്ലാവരും ശക്തമായ പ്രചരണം നടത്തുന്നതും സംസ്ഥാനത്തെ ഏറ്റവും ശ്രദ്ധേയമായ മണ്ഡലമായി. അതെ, ഏറ്റവും ശ്രദ്ധ മാധ്യമങ്ങൾ മുൻപെങ്ങും ഇല്ലാത്ത വിധത്തിൽ ആദ്യം ശ്രദ്ധിച്ചിട്ടുണ്ട്. എല്ലാ ചാനലുകളും കൊട്ടാരക്കരയുണ്ടായിരുന്നു. ഒറ്റക്കലാശത്തിന് സാധാരണ വലിയ ചാനലുകളൊന്നും അങ്ങനെ, പക്ഷെ കൊട്ടാരക്കരയ്ക്ക് വേണ്ടി എല്ലാ ചാനലുകളും ഇവിടെ. അതെനിക്ക് തോന്നുന്നു ഈ ജില്ലയിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട മത്സരങ്ങൾ ഇങ്ങോട്ട് ഈ കിഴക്കൻ മേഖലകളിലേക്ക് 2 മണ്ഡലങ്ങളാണ് വളരെ പ്രധാനം. അതുകൊണ്ട് മാധ്യമങ്ങൾ കൂടുതൽ ഇവിടേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കും. അപ്പൊ അങ്ങനെ ഒരു ജനാധിപത്യത്തിന് ചേർന്ന് നിൽക്കുന്ന നല്ലൊരു സംസ്കാര രാഷ്ട്രീയ സംസ്കാരത്തിന്റെ ഇടമായിട്ട് കൊട്ടാരക്കര മാറി നമുക്ക് ഈ തെരഞ്ഞെടുപ്പിന്റെ അവസരം വെച്ച് പറയാം. ഇതിനിടയ്ക്ക് കേട്ടിട്ടുള്ള ചില അടിയൊഴുക്കുകളെ കുറിച്ച് നമ്മുടെ മണ്ഡലത്തിൽ കേൾക്കുന്നുണ്ട്. ചില സംഘടനകൾ ചിലർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു, സംഘടനകൾ പരസ്യമായിട്ട് ഇറങ്ങുന്നു, അങ്ങനെയൊക്കെയുള്ള ചില. അപ്പൊ അങ്ങനെയുള്ള അടിയൊഴുക്കുകൾ എങ്ങനെ ബാധിക്കും എന്ന് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അല്ല, ഇത്തരത്തിലുള്ള കിംവദന്തികളൊക്കെ ഇലക്ഷൻ ഇതിൽ വളരെ സജീവം. UDF-ന് തന്നെ MP തന്നെ നേരിട്ട് രംഗത്തെത്തേണ്ടി വന്നു. MP ഇതിനെതിരെ നിൽക്കുന്നു എന്നുള്ള രീതിയിൽ MP തന്നെ പ്രസ്താവനയിലേക്കൊക്കെ രംഗത്ത് വന്നു. അതെനിക്ക് തോന്നുന്നു അത് സ്വാഭാവികമായിട്ട് ഒരു പുതിയ സ്ഥാനാർത്ഥി ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ വരുമ്പോൾ നിലവിലുണ്ടായിരുന്നവരെ അവഗതിപ്പെടുത്തുകൊണ്ട് ഈ കോൺഗ്രസിൽ തന്നെ എത്ര പേര് പിന്നെ സ്ഥാനാർത്ഥിപ്രായം തയ്ച്ചിരുന്നവരാ, എത്ര പേര് തയ്ച്ചിരുന്നവരാ, അവരൊക്കെ ഇപ്പൊ സൈലൈൻ ചെയ്യപ്പെടും. അല്ലെങ്കിൽ ചിലർ മുന്നണിയിലേക്ക് കയറി നിൽക്കും, ചിലര് പ്രചരണത്തിൽ നിന്ന് പിന്മാറിയിട്ടുണ്ട്. നമ്മൾ നോക്കുമ്പോൾ കോൺഗ്രസിന്റേതായ പ്രശ്നങ്ങൾ ഇപ്പോഴും അതിലുണ്ടായിട്ടുണ്ട്. പ്രത്യക്ഷത്തിലേക്ക് വന്നില്ല. എനിക്കൊന്ന് ഈ പൊതു അവരൊന്നും മോഹിച്ചിരുന്ന പുതിയൊരാൾ വന്നപ്പം എനിക്ക് തോന്നുന്നു അവരെല്ലാം കൂടെ ചേർന്ന് പ്രവർത്തിക്കാൻ പറ്റിയെന്നു. അതുണ്ടായിട്ടുണ്ട്. എന്നാലും ഒരു ഒത്തൊരുമ പുറമേക്കെങ്കിലും പ്രചരണം വളരെ ശക്തമായിരുന്നു. അവസാനത്തെ ദിവസത്തെ കുട്ടിക്കലാശത്തിലൊക്കെ വളരെ മികച്ച രീതിയിൽ സംഘടിപ്പിക്കാൻ പറ്റി. അപ്പോൾ യഥാർത്ഥത്തിലെ എല്ലാവരും ആത്മവിശ്വാസം. LDF-ന്റെ പ്രവർത്തനം വിലയിരുത്തുമ്പോൾ എനിക്ക് തോന്നി ഐഷാപ്പറ്റിയുടെ വരവ് കുറച്ച് നേരത്തെ ആയത് അവർ കുറച്ച് മുന്നൊരുക്കങ്ങൾ നടത്താൻ പ്രയോജനപ്പെട്ടു. അത്ര നേരത്തെ എന്ന് പറയാൻ പറ്റും. എങ്കിലും ഇലക്ഷൻ കുറച്ച് ടൈം കിട്ടി അവർക്കൊരു. ഐഷാപ്പറ്റി പോകും എന്നുള്ളത് LDF-ന് ഉറപ്പായിരുന്നു. ഏകദേശം അവർ നടത്തിയ എനിക്ക് പല ശ്രമങ്ങൾ നടത്തിയിട്ടും പോകുന്ന ഉറപ്പായ ഒരു സ്ഥിതിയിലേക്ക് എത്തി. പിന്നെ മന്ത്രി പലതവണ നേരിട്ട് പോയി സംസാരിച്ചു. അവസാന നിമിഷങ്ങളിലും ശ്രമങ്ങൾ നടത്തിയിരുന്നു. അതുകൂടാതെ മുഖ്യമന്ത്രി വിളിപ്പിച്ചിരുന്നു, സംസാരിപ്പിച്ചു. ഇതൊക്കെ സൂചന നൽകുന്നത് ഐഷാപ്പറ്റി പോകുമെന്ന് ആ നേതൃത്വത്തിൽ കൃത്യമായി അവർക്ക് ഉറപ്പുണ്ടായിരുന്നു. കാരണം ഐഷാപ്പറ്റി അസംതൃപ്തിയാണെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പോയാൽ എന്ത് ചെയ്യാം എന്നതിനെ കുറിച്ച് ഒരു പക്ഷേ LDF CPM കരുതാതിരിക്കും. ഈ ആദ്യഘട്ടങ്ങളിൽ ഇതൊക്കെ ചർച്ച ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ ഐഷാപ്പറ്റി അവർ ചേർത്ത് നിർത്താഞ്ഞത് അവരുടെ ഒരു വലിയ വീഴ്ച തന്നെ. ഇലക്ഷനിൽ ഒരുപക്ഷെ ഇത്ര പോരാട്ടം നടത്തേണ്ടി വന്നത് അതുകൊണ്ടാണ്. ആ ഒരു പോയിന്റ് വളരെ കൃത്യമായ പോയിന്റാണ്. കാരണം ഐഷാപ്പറ്റിയെ പോലെയുള്ള ഒരാളെ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് പറയാനില്ല, ഇല്ലാതെ നഷ്ടപ്പെടുത്തി എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പ് മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യമല്ല. ഐഷാപ്പറ്റിയെ നഷ്ടപ്പെടുത്തിയതിന് CPM വില നൽകേണ്ടി വരും. ഈ തെരഞ്ഞെടുപ്പ് മുന്നോട്ട് വയ്ക്കുന്ന ഒരു ചോദ്യത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം അതുകൂടിയാണ്. ആ ചോദ്യത്തിന്റെ ഉത്തരവും ഇതിന്റെ ഒരു വിധിയിലുണ്ടാകും. അപ്പോൾ എന്തായാലും ഒറ്റ ദിവസം തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പുള്ള മണിക്കൂറുകളാണ്. ഇനിയിപ്പോൾ ഈ എല്ലാ രാഷ്ട്രീയ മുന്നണികളും നടത്താൻ പോകുന്ന ഒരു കാര്യം ഇപ്പോൾ
പഞ്ചായത്ത് തിരിഞ്ഞുള്ളൊരു കണക്കിലേക്കായിരിക്കും. ഇപ്പോ കൊടക്കര പഞ്ചായത്തിൽ എത്ര കിട്ടും, മൈലത്ത് എത്ര കിട്ടും, നിലവത്തൂർ എത്ര കിട്ടും, എഴുകോൺ എത്ര കിട്ടും, കരിപ്ര എത്ര കിട്ടും, വെളിയ എത്ര കിട്ടും, കൊടകര നഗരസഭ എത്ര കിട്ടും. ഇത് പഴയതുപോലെ ഇവരുടെ സ്വന്തമായ കണക്കെടുപ്പുകളിൽ നിൽക്കുന്ന ഒരു രീതിയാണോ ഇപ്പോഴത്തെ വോട്ടർമാരെ സംബന്ധിച്ച്? അങ്ങനെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു രീതി? നേരത്തെ നമുക്ക് ഒരു പ്രതീക്ഷ, അതെ അതെ, കണക്കുകൾ കൃത്യമാണ്. ഇപ്പൊ പക്ഷേ അടുത്ത സമയത്തെല്ലാം അത് പാളുന്ന ഒരു കാഴ്ച. അതെനിക്ക് തോന്നുന്നു ഒരു കണക്കിന് വേണ്ടി ഒരു കൊടുക്കുന്നു എന്നുള്ളതായിരിക്കും. വേണ്ടത്ര പഠനം നടത്താതെ ആയിരിക്കണം. പാർട്ടിയിൽ താഴെ തട്ടിലുള്ള എല്ലാ സംവിധാനങ്ങളും ഏകദേശം ഒരുപോലെ. ആരും ആത്മാർത്ഥമായിട്ട് വേണ്ടി നടക്കുന്നവരോ അല്ലെങ്കിൽ ആത്മാർത്ഥയുടെ കണക്കെടുപ്പ് നടക്കുന്നവരോ എല്ലാം തൊട്ട് മുകളിലുള്ള നേതാവിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ മാത്രമായിട്ട് മാറിയതുകൊണ്ടാണ് അത്തരത്തിലുള്ള കണക്ക് വരുന്നത്. ഇനി ഈ പുതിയ തലമുറയിലെ വോട്ടർമാരെ മനസ്സിലാക്കുന്നതിനുള്ള ഒരു വീഴ്ചയാണ് അത്തരത്തിലുള്ള കണക്കുകൾ പാളുന്നതിന് പിന്നിൽ എന്ന് പറയാൻ പറ്റും. പുതുതലമുറയിലെ വോട്ടർമാര് രാഷ്ട്രീയ ബോധം ഇല്ലാത്തവരാണ്, അല്ലെങ്കിൽ ഇതൊന്നും ശ്രദ്ധിക്കാത്തവരാണ് എന്നൊക്കെ നമുക്ക് തോന്നുന്നു. അങ്ങനെ ഒരു വിലയിരുത്തലുണ്ട് പലപ്പോഴും. പക്ഷെ അത് 100% തെറ്റാണ് എന്ന് മാത്രമേ പറയാൻ പറ്റൂ. നമ്മളെ ഈ ജെൻസി എന്നൊക്കെ പറയുമ്പോഴും അവർക്കും കൃത്യമായ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളുണ്ട്. ഇപ്പം ഏതൊരു കൊച്ചു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന അല്ലെങ്കിൽ +2 കുറിച്ച് പഠിക്കുന്ന ഒരു കൊച്ചിനെ വിളിച്ച് ചോദിച്ചാൽ പോലും അതിന് ചില കാര്യങ്ങളൊക്കെ അറിയാം. ഇവിടെ നടക്കുന്ന ചുറ്റും എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ട്. അവര് പക്ഷേ അത്തരം കാര്യങ്ങളൊക്കെ വലിയ ശ്രദ്ധ കൊടുക്കുന്നില്ല. അവർ മറ്റു കാര്യങ്ങളൊക്കെ അവരുടെ ഭാവി കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. അവർ ഈ കാര്യങ്ങൾ വലിയ ശ്രദ്ധ കൊടുക്കുന്നില്ല. പക്ഷേ അവർക്ക് അതിനെക്കുറിച്ച് അറിയാം. ഒരുപക്ഷെ നമ്മൾ സംസാരിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഈ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള സ്ഥാനാർത്ഥികളെ കുറിച്ച്, ഇലക്ഷൻ വിഷയങ്ങളെ കുറിച്ചൊക്കെ അവർക്ക് നല്ലപോലെ അറിയാം. അതുകൊണ്ട് അവരെ ഒരിക്കലും എഴുതി തള്ളേണ്ടതല്ല. എന്തായാലും പേരൻസ് പറയുന്നിടത്തല്ല അവർക്കൊരു വ്യക്തമായ നിലപാട് ഉണ്ടാവും. അവർ ഏത് കാര്യത്തിലും അവരൊരു ഡ്രസ്സ് എടുക്കുന്നതിൽ എല്ലാത്തിലും ഇലക്ഷന്റെ കാര്യത്തിലും അവർ കൃത്യമായ നിലപാടുണ്ട്. അവർക്ക് ആ കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു അവര് കുറച്ചുകൂടി രാഷ്ട്രീയമല്ല, കുറച്ചുകൂടി വ്യക്തിപരമായിട്ട് നോക്കിയാണ് വോട്ട് കൊടുക്കുന്നത്. എനിക്ക് തോന്നുന്നു അവരെ കുറച്ചുകൂടി അട്രാക്ട് ചെയ്യാൻ ബാലഗോപാലിന് മുമ്പെന്നത്തേക്കാളും ഇല്ല നിലയിൽ കഴിഞ്ഞിട്ടുണ്ടെന്ന്. ബാലഗോപാൽ ഈ പ്രാവശ്യത്തെ പ്രചരണ ടീം തന്നെ നോക്കിയാൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു യുവത്വം ഉണ്ടായിരുന്നു, പറയാതിരിക്കാന്നുള്ളതല്ല. കൃത്യമായിട്ട് സോഷ്യൽ മീഡിയ അതെ യുവാക്കളുടെ കാഴ്ചപ്പാടിലേക്ക് പോകുന്ന ഒരു രീതിയൊക്കെ തീർച്ചയായും പ്രഭാതം നടത്തുന്ന ഒരു പുതിയ ട്രെൻഡ് സൃഷ്ടിച്ചു. ശരി, പ്രഭാതം നടത്താൻ KNPയോടൊപ്പം നമ്മളൊരു പ്രോഗ്രാം നടത്തിയിരുന്നു. ആ പ്രോഗ്രാമില് ആ നാട്ടിലുള്ള എല്ലാവരും ചിലപ്പോ സംഘടനക്കാരായിരിക്കും. അതെ, അതൊരു പുതിയ രീതിയെ ഉണ്ടാക്കി ഒക്കെ ആയിരിക്കാം. പക്ഷേ അതൊരു ട്രെൻഡാണ്, യുവജനങ്ങളെ ചേർത്ത് നിർത്തുന്ന ഒരു ട്രെൻഡാണ്. അത് ഇവിടെയും തെരഞ്ഞെടുപ്പിൽ കണ്ടിട്ടില്ലാത്തൊരു മറ്റാരും അതത്ര കണ്ടതില്ല. ഈ യുവജനങ്ങളെ അങ്ങനെ ബാലഗോപാലിന്റെ എല്ലാ പ്രചരണ സ്ഥലങ്ങളിലും നോക്കിയാൽ യുവജനങ്ങളുണ്ടായിരുന്നു. അത് നേരത്തെ മുൻ തെരഞ്ഞെടുപ്പുകൾ ഒരുപക്ഷെ യുവാക്കളെ ആകർഷിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള ഒരു വിലയിരുത്തലായിരിക്കും ഒരുപക്ഷെ അത്തരത്തിലൊരു നീക്കത്തിലേക്ക് പോയതിന്. അതായിരിക്കും കുറച്ചുകൂടി പ്രൊഫഷണൽ ആയിട്ട് ചിന്തിച്ചിട്ടുണ്ട്. ഒരു ടീം ഈ ബാലഗോപാലിന്റെ നീക്കത്തിലും പ്രസംഗങ്ങളിലും എല്ലാം അങ്ങനെ നമുക്ക് കാണാം. ഈ കുട്ടികളെ കയ്യിലെടുത്തും വിദ്യാഭ്യാസ മേഖലയോട് ചേർന്ന് നിൽക്കുന്ന ചില നീക്കങ്ങൾ കൊണ്ടുപോവുകയും എപ്പോഴും ഏതൊരു പദ്ധതി പറയുമ്പോഴും അങ്ങനെയാണ്. കൊട്ടാരക്കരയ്ക്ക് വേണ്ടി ബാലഗോപാൽ പറഞ്ഞ ഏറ്റവും പ്രധാന പദ്ധതി കൊട്ടാരക്കര വിദ്യാഭ്യാസ ഹബ്ബാണ്. അത് നടന്നോ നടത്തില്ല എന്നുണ്ടല്ലോ, പക്ഷെ അതൊരു കൺസെപ്റ്റാണ്. ഇപ്പോൾ നഴ്സിംഗ് കോളേജ് അല്ലെങ്കിൽ HRD അപ്ലൈഡ് സയൻസ് കോളേജ്, പിന്നെ വർക്കിംഗ് ഇയർ ഹോം, ഇതെല്ലാം കരിയർ ഗൈഡൻസ് സെന്റർ. കരിയർ ഗൈഡൻസ് സെന്റർ നേരത്തെ ഐഷാപൂരിയും സ്ഥാപിച്ചിരുന്നു. കാലഘട്ടത്തിന് കുറെ മുന്നോട്ട് പോയി. ആ മുന്നോട്ട് പോയതിനനുസരിച്ചുള്ള ചിന്ത ബാലഗോപാൽ നമുക്ക് കാണാനുണ്ട്. ഈ BJPയുടെ നീക്കം ഈ 7 പഞ്ചായത്തുകളിലും ഒരു ഫ്ലോ ഉണ്ടാക്കാൻ അവർക്ക് പറ്റിയിട്ടുണ്ടോ ശരി എന്ന് വിലയിരുത്താൻ കഴിയും? BJP ഇപ്പോഴും അവർക്ക് തന്നെ ഒരു ആത്മവിശ്വാസം വന്നിട്ടില്ല. ഒരു വിന്നിംഗ് പാർട്ടായി ഒരു തോന്നൽ വെളിയിൽ നിന്ന് പലർക്കും തോന്നുന്ന ഒരു എഫക്റ്റ് അവരുടെ ഉള്ളിൽ ഉണ്ടാക്കാൻ പറ്റില്ല. അതാണ് എനിക്ക് മറ്റു 2 മുന്നണികളും രശ്മിയെ കുറിച്ച് ചില ധാരണകളുണ്ട്, പക്ഷെ അത്രത്തോളം BJP സ്വന്തമായി തോന്നി അവർ നേതൃത്വം എത്തിയിട്ടില്ല. മറ്റു പല മണ്ഡലങ്ങളിലും നടത്തുന്നത് പോലെ ജയത്തിന് വേണ്ടിയുള്ള ഒരു വർക്ക്, അങ്ങനെ ഒരു ഇമ്പാക്റ്റിൽ അവർ വർക്ക് ചെയ്തിരുന്നു. അവരിങ്ങനെ ക്രമാനുഗതമായി ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. വോട്ട് വർദ്ധിപ്പിക്കുക എന്നുള്ളൊരു രീതി, വോട്ട് വർദ്ധിപ്പിക്കുക, അത് നിലവിലുള്ള എത്ര വോട്ട് വർദ്ധിപ്പിക്കുക എന്നതിനപ്പുറം വിജയം എന്നൊരു ഫോർമുലയിലേക്ക് BJP ചിന്തിച്ച് കൊട്ടാരക്കര മണ്ഡലത്തിൽ ചിന്തിച്ചു തുടങ്ങിയിട്ടില്ല. അതിൻ്റെതായ അതെനിക്കൊന്ന് ഇടയ്ക്ക് വെച്ച് BJP ഒരു സ്റ്റാർ മണ്ഡലമായി കൊട്ടാരക്കരയെ കരുതിയും അവരുടെ സംസ്ഥാന നേതൃത്വം തന്നെ പിന്നീട് അതിനെ താഴത്തേക്ക് മാറ്റുകയും ചെയ്തത് എനിക്ക് തോന്നുന്നു ഇവിടുത്തെ പ്രവർത്തകരിൽ തന്നെ അങ്ങനെ ഒരു കോൺഫിഡൻസ് ലെവൽ കുറച്ചു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ ഏതെങ്കിലും ഒരു സ്റ്റാർ ആയിരിക്കും. അതെ അതെ, അങ്ങനെ കൊണ്ടുവന്നിരുന്നു. നിയമസഭയിലും ഇവിടെ ഏതെങ്കിലും അറിയപ്പെടുന്ന ദേശീയ നേതാവ് വരുമെന്നൊക്കെ ഒരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇവിടുത്തെ വോട്ട് വർധന BJPയുടെ വോട്ട് വർധന ഭയങ്കര രസമാണ്. ആ 2% നിന്ന് 4-ലേക്കും 4-ൽ നിന്ന് 18-ലേക്കും 18-ൽ നിന്ന് 20 വരെയും കുതിച്ചാട്ടം BJPയുടെ വോട്ടിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും
അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ നേതൃത്വം ഇവിടെ ഒരു ഗൗരവമായിട്ട് കാണുന്നത്. പിന്നീട് പക്ഷേ അതിനനുസരിച്ചുള്ള ഒരു അല്ല, എനിക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ചില സ്ഥലങ്ങളിലുണ്ടായ തിരിച്ചടി അവരെ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പ്രധാനപ്പെട്ട നേതാക്കളെ അങ്ങനെ എത്തിച്ചിട്ടുണ്ടോ? പഞ്ചായത്ത് BJPയുടെ പഞ്ചായത്ത് തലത്തിലുള്ള സീറ്റെണ്ണം നോക്കിയാൽ രസകരമായ സംഭവം. മുൻകാലങ്ങളിൽ കിട്ടിയ സീറ്റൊക്കെ നഷ്ടപ്പെടുകയാണ്. പുതിയ സ്ഥലങ്ങളിലേക്ക് സീറ്റ് വടകര പഞ്ചായത്തില് 5 സീറ്റ് ഉണ്ടായിരുന്നു. അതെ അതെ, അതിപ്പം ഒന്നിലേക്ക് പോയി. മൈലം പഞ്ചായത്ത്. അപ്പൊ ഇങ്ങനെ മുൻകാലങ്ങളിൽ നഗരസഭയിൽ തന്നെ കഴിഞ്ഞ സീറ്റുകൾ 5 പോയിട്ട് പുതിയ സീറ്റിലേക്ക് വരികയായിരുന്നു. അപ്പൊ ഇങ്ങനെ പുതിയ സീറ്റുകൾ വരുന്നു. പക്ഷേ അതിന്റെയൊക്കെ പ്രധാന കാരണം ഒരു രാഷ്ട്രീയമായ സ്ഥിരത ഇല്ലാത്തതൊക്കെ ആവാം. അതൊക്കെ പഠിക്കേണ്ട കാര്യം. അപ്പൊ അങ്ങനെ വളരുന്നുണ്ടോന്ന് വെച്ചാലുണ്ട്. പക്ഷേ രണ്ട് മുന്നണികളോടും കിടപിടിച്ച് നിൽക്കുന്ന ഒരു തരത്തിലുള്ള ശക്തിയിലേക്ക് BJP വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് മാത്രമേ നമുക്ക് ഉത്തരം പറയാൻ പറ്റും. പക്ഷേ രശ്മിയിലൂടെ നല്ലൊരു മാറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്നാണ്. രശ്മി എന്തായാലും BJP സംബന്ധിച്ച് ഒരു അസറ്റാണ്. ഭാവിയിൽ അവർക്ക് എടുത്തു കാട്ടാൻ പറ്റുന്ന ജില്ലയിലെ തന്നെ ഒരു പ്രധാന ലീഡർ എന്ന നിലയിലേക്ക് നമുക്ക് എടുത്തു വെക്കാൻ പറ്റുന്ന ഒരു BJPക്ക് കിട്ടിയ ഒരു വലിയ നേട്ടം തന്നെയാണ്.